അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൺ. ഞാൻ എപ്പോഴും പറയുമ്പോൾ അടിപൊളിയാണ്, ടേസ്റ്റി ആണെന്നൊന്നും ഈ ഒരു റെസിപ്പി ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ഇത് പരീക്ഷിക്കാൻ പോവുകയാണ്. എനിക്ക് ഈ ഒരു റെസിപ്പി പുതിയതായിട്ട് കിട്ടിയതാണ്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഒരു ഷെയ്ക്കാണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പൊങ്ങ് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കൊക്കെ ഈ പൊങ്ങ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടി. പക്ഷേ ഇങ്ങനൊരു ഷെയ്ക്ക് ഉണ്ടെന്ന് ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത്. എൻ്റെ ഉപ്പാൻ്റെ മരുമകളാണ് ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു റെസിപ്പി നമുക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 6 പൊങ്ങ് എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലും കട്ടപ്പാലാണ്. ഞാനിത് കുറച്ച് നേരത്തെ എടുത്ത് വെച്ചതുകൊണ്ട് കുറച്ച് അലിഞ്ഞിട്ടുണ്ട്. പിന്നെ എസൻസ്, വനില എസൻസ് കൂടി ചേർക്കാം നമുക്ക്. അതുപോലെ തന്നെ പഞ്ചസാര, ഇത്രയും ചേർത്ത് നമുക്ക് ഈ ഷെയ്ക്ക് ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇപ്പോൾ പൊങ്ങ് നമുക്ക് ഞങ്ങൾക്കൊന്നും സുലഭമായി കിട്ടാറില്ല. കാരണം നമ്മുടെ വീട്ടിലൊക്കെ 1-2 തെങ്ങേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന തേങ്ങയായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി, കറിക്ക് തന്നെ ഉപയോഗിക്കാൻ തയ്യാറില്ല. നമുക്കിത് എൻ്റെ ഉപ്പാൻ്റെ മരുമകൾ തന്നതാണ് ഈ ഒരു പൊങ്ങ്. ഞാനിപ്പോൾ ഇവിടെ ഇത്രയും പൊങ്ങ് മുറിച്ച് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ജ്യൂസിലിട്ട് അടിക്കേണ്ടതാണ്. അപ്പോൾ അതിന് ഈ പാലിന് 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിപ്പോൾ ഏകദേശം ഒരു 5 സ്പൂണോളം പഞ്ചസാര നമുക്കിതിൽ ചേർത്ത് നോക്കാം. എന്തായാലും ഷേക്കിനൊക്കെ കുറച്ച് മധുരം നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 5 സ്പൂണ് പഞ്ചസാര ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുറിച്ച കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം ഒന്നിച്ചടിക്കാൻ പറ്റി തോന്നുന്നില്ല. ഇതിപ്പോൾ കട്ടയാണ് ഈ പാല്. കണ്ട ഇത്രയും കട്ടയുണ്ട്, ബാക്കിയൊക്കെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെയായി ചേർത്തിട്ട് ഈ പാലിൽ നമുക്കിതൊന്ന് അടിച്ചെടുത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ വാനില എസൻസ് കൂടി ഒരു തുള്ളി ചേർക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ജ്യൂസിൽ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞാൻ കുറേശ്ശെ ഇട്ട് ആ പാലിൽ തന്നെ, വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ആ പാലിൽ തന്നെ ഞാൻ ഇത് മിക്സ് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു. അതുകൊണ്ട് തരിയൊന്നും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ജ്യൂസിൻ്റെ ടേസ്റ്റ് ഇപ്പം ഞാനും അറിയാൻ പോവുകയാണ്. കാരണം ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്കും അറിയില്ല. ഞാനിപ്പം ആദ്യമായിട്ടാണിത് അടിച്ചെടുക്കുന്നത് ഇങ്ങനെ ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്യാം. 2 ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഈ പൊങ്ങ് തന്നെ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ കൂടിയാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് കഴിക്കുമ്പോൾ ചവക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടി ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 2 ഗ്ലാസ്സിൽ. അപ്പോൾ നമുക്കിതിന് പൊങ്ങ് ഷേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പൊങ്ങ് വെച്ചടിക്കുന്നത് പൊങ്ങ് ഷേക്കാണല്ലോ. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നല്ല കട്ട പാൽ വെച്ച് അടിച്ചത് കൊണ്ട് നല്ല തിക്കായിട്ടാണ് നമ്മുടെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മധുരമൊക്കെ കറക്റ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മൾ ഈ ഇളനീർ ജ്യൂസ് ഒക്കെ അടിച്ച ആ ഒരു ടേസ്റ്റിലാണ് ഇപ്പോൾ ഇതുള്ളത്. ഏതായാലും നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പൊങ്ങോണ്ട് ഇത്രയും നല്ലൊരു ജ്യൂസ് അടിക്കാൻ പറ്റുമെന്ന് ഞാനും ഇപ്പോഴാണ് മനസ്സിലാക്കിയത്.
അപ്പോൾ എനിക്ക് പൊങ്ങ് ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് ഇത് എത്തിച്ച് തന്ന സുബൈത്ത, ആഫീഫ എന്നിവർക്കും, അതുപോലെ തന്നെ ഈ പൊങ്ങ് കൊണ്ട് ഇത്രയും നല്ലൊരു ഷെയ്ക്ക് ഉണ്ടാക്കാമെന്ന് ഷെയർ ചെയ്ത് തന്ന നൂർജിത്ത, ജസീല എന്നിവർക്കൊക്കെ ഞാൻ വളരെയധികം നന്ദി അറിയിക്കുന്നു. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി ഈ ഒരു റെസിപ്പി. എന്തായാലും നിങ്ങൾക്ക് പൊങ്ങ് കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഇത്രയും നല്ലൊരു സംഭവം നമുക്ക് ഈ പൊങ്ങ് കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ഒരു പൊങ്ങ് ജ്യൂസ് ഉണ്ടാക്കി നോക്കുക. അതുപോലെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.